അജയ്സ് പ്രസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. ഇന്ത്യയിൽ ഏറ്റവും സാക്ഷരത ഉള്ള ജനങ്ങൾ ഈ കൊച്ചു കേരളത്തിലാണ്. അതിൻ്റെ പേരിൽ മാത്രം നമ്മൾ എത്രമാത്രം അഹങ്കരിക്കാറുണ്ട് എന്നും അത് നമുക്ക് തന്നെ അറിയാം. കേരളത്തിന് പുറത്ത് എന്ത് നടന്നാലും നമ്പർ 1 കേരളത്തിലാണെങ്കിൽ ഇങ്ങനെയൊന്നും നടക്കില്ല. ഇതൊക്കെ പറഞ്ഞ് മലയാളത്തിലെ മാധ്യമങ്ങളും ചാനലുകളും അവർ അന്തിച്ചർച്ച വരെ നടത്താറുണ്ട്. നമ്മളിതൊന്നും കാണുന്നതുമാണ്. എന്നാൽ സത്യം എന്താണ്? ഞങ്ങളെ ഒന്ന് തട്ടിക്കാമോ, ഞങ്ങളെ ഒന്ന് പറ്റിക്കാമോ എന്നൊക്കെ ചോദിച്ചിരിക്കുന്ന തലയ്ക്കകത്ത് ആൾതാമസമില്ലാത്ത വലിയൊരു ജനക്കൂട്ടമായി മാറിക്കഴിഞ്ഞു മലയാളി. തട്ടിപ്പിലും നമ്പർ 1 മലയാളി തന്നെയാണ്. ഇതുവരെ കേട്ടതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി 1000 കോടിയിലധികം രൂപയുടെ തട്ടിപ്പിൻ്റെ കഥകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന അനന്തു കൃഷ്ണൻ പാതി വില തട്ടിപ്പ് കേസ്. അനന്തുവിൻ്റെ ഒരു ബാങ്ക് അക്കൗണ്ടിൽ മാത്രം വന്നുപോയത് 400 കോടി രൂപയായിരുന്നു എന്നാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ. ഇങ്ങനെയുള്ള 21 ബാങ്ക് അക്കൗണ്ടുകൾ അനന്തു കൃഷ്ണൻ ഉണ്ട്. എല്ലാം പോലീസ് ഇപ്പോൾ മരവിപ്പിച്ചിട്ടുമുണ്ട്. 3600 പരാതികളാണ് കേരളത്തിൽ വിവിധ ഇടങ്ങളിലായി കഴിഞ്ഞ ദിവസം വരെ രജിസ്റ്റർ ചെയ്തത്. ഇതിൻ്റെ എണ്ണം ഇനിയും കൂടും. ലാപ്ടോപ്പ്, തയ്യൽ മെഷീൻ, ഇലക്ട്രിക് സ്കൂട്ടർ, ഇലക്ട്രിക് അല്ലാത്ത സ്കൂട്ടറും ബൈക്കും, രാസവളങ്ങൾ, അങ്ങനെ അനന്തു കൃഷ്ണൻ കൈവയ്ക്കാത്ത മേഖല ഇല്ല. ഈ പാതി വിലയിൽ സ്കൂട്ടറും തയ്യൽ മെഷീനും ഒക്കെ കിട്ടിയവരുമുണ്ട്. തൊടുപുഴയിൽ തന്നെ ന്യൂമാൻ കോളേജിൽ വെച്ച് ഇങ്ങനെ സ്കൂട്ടറും മറ്റും വിതരണം ചെയ്തത് വലിയൊരു മേള പോലെ ആയിരുന്നു എന്നാണ് ഇക്കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞത്. ആ ഇനത്തിൽ സ്കൂട്ടറിൻ്റെ ഡീലർക്കും ഇപ്പോൾ പണം കിട്ടാനുണ്ട് എന്നാണ് പറയുന്നത്. ഇന്ന് ഈ വീഡിയോയിൽ 2 കാര്യങ്ങളാണ് പ്രധാനമായും ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തേത്, ഈ കേസിൻ്റെ ഒരു ഗതി എന്താകും എന്നതാണ്. ഈ കേസ് ഒരിടത്തും എത്തില്ല. ഈ തട്ടിപ്പിൻ്റെ പ്രധാന സൂത്രധാരൻ അനന്തു ആണെങ്കിലും ഇതിനോട് ലിങ്ക് ചെയ്തിട്ടുള്ള, ഇതിനുവേണ്ടി തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒട്ടേറെ സീഡ് സൊസൈറ്റികൾ ഉണ്ട്. ആ സൊസൈറ്റിയുടെ ഭാരവാഹികളായി രാഷ്ട്രീയ നേതാക്കന്മാരും പഞ്ചായത്ത് ജനപ്രതിനിധികളെയും ഒക്കെ ഉൾപ്പെടുത്തി ഉണ്ടാക്കിയിട്ടുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റികളാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നവർ കൂടുതലും ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കന്മാരുമാണ്. സ്വാഭാവികമായും ആരും വിശ്വസിച്ചു പോകും. എറണാകുളത്ത് 2024 മാർച്ച് 6-ന് മറൈൻ ഡ്രൈവിൽ വെച്ച് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ഇപ്പോൾ കേന്ദ്രമന്ത്രിയായ ശ്രീമതി ശോഭ കരന്തലജയായിരുന്നു. അപ്പോൾ പിന്നെ എങ്ങനെ വിശ്വസിക്കാതിരിക്കും? BJP നേതാവായ AN രാധാകൃഷ്ണന്റെ സൈൻ എന്നു പേരായ ഒരു സംഘടനയുടെ റോളും ഇപ്പോൾ സംശയാസ്പദമായി അങ്ങനെ നിൽക്കുന്നുണ്ട്. ആദ്യം BJP നേതാവിനെതിരെ ആരോപണം ഉന്നയിച്ച മറ്റു രാഷ്ട്രീയ നേതാക്കന്മാർ ആരും ഇപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. കാരണം ഈ ഒരു ചക്കരക്കുടത്തിൽ കൈയിട്ട് നക്കാത്ത ഒറ്റ രാഷ്ട്രീയ പാർട്ടിക്കാരും ഒറ്റ നേതാക്കന്മാരും ഇപ്പോൾ കേരളത്തിൽ ഇല്ല എന്നതാണ് സത്യം. എല്ലാവർക്കും വിഹിതം കിട്ടിയിട്ടുണ്ട്, എല്ലാവരും കൈപ്പറ്റിയിട്ടുമുണ്ട്. ഇന്നിപ്പോൾ CPMന്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറി ശ്രീ CV വർഗീസ് പാർട്ടി ഫണ്ടിലേക്ക് 2 ലക്ഷം രൂപ കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ രാഷ്ട്രീയ നേതാക്കന്മാർ ഇങ്ങനെ ചില വെളിപ്പെടുത്തലുകളുമായിട്ട് വരാൻ സാധ്യതയുണ്ട്. കാരണം അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ അക്കൗണ്ട് വഴി പണം സ്വീകരിച്ചവർ അത് വെളിപ്പെടുത്താതിരിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് മിക്കവാറും ഉടനെ തന്നെ ബാക്കിയുള്ളവരും ഇതുപോലുള്ള വെളിപ്പെടുത്തലുകളുമായി വരാൻ സാധ്യതയുണ്ട്. CV വർഗീസിന്റെ തങ്കമണി സഹകരണ ബാങ്ക് അക്കൗണ്ടിലേക്ക് 25 ലക്ഷം രൂപ നിക്ഷേപിച്ചു എന്ന അനന്തുവിന്റെ വെളിപ്പെടുത്തൽ ശരിയല്ല എന്നും അദ്ദേഹം ശ്രീ വർഗീസ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇടിവെട്ടു വാർത്ത ഇതൊന്നുമല്ല. ഇപ്പോൾ കേസ് സർക്കാർ ക്രൈം ബ്രാഞ്ചിന് കൈമാറി. പാർട്ടികൾക്കും വ്യക്തികൾക്കുമുള്ള സംഭാവനകൾ തൽക്കാലം അന്വേഷിക്കേണ്ട എന്ന് സർക്കാർ ക്രൈം ബ്രാഞ്ചിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് ഇന്ന് പുറത്തു വരുന്ന വിവരം. അപ്പോൾ ശ്രീ CV വർഗീസ് പറഞ്ഞതും കൂടെ കൂട്ടി വായിച്ചാൽ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകും, എളുപ്പം മനസ്സിലാകും. രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തികൾക്കും നൽകിയിട്ടുള്ള സംഭാവനകൾ അന്വേഷിക്കേണ്ടതാണ്. മനസ്സിലായില്ലേ? ഇവർ മാത്രമല്ല, പഴയ ഒരു ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ശ്രീ CN രാമചന്ദ്രൻ നായർക്കെതിരെയും കേസ് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഈ കേസ് എങ്ങും എത്തുവാൻ പോകുന്നില്ല എന്ന്. സീഡ് സൊസൈറ്റികളും അനന്തവും മറ്റും പറയുന്നത് വിശ്വസിച്ച് പാവപ്പെട്ട പൊതുജനത്തിൽ നിന്നും പണം പിരിച്ച കുറച്ചു പേരും പെട്ടുപോകും, അല്ലാതെ ഒന്നും സംഭവിക്കില്ല. കോൺഗ്രസ് നേതാവ് ശ്രീമതി ലാലി വിൻസെന്റ്, BJP നേതാവ് AN രാധാകൃഷ്ണൻ, BJP നേതാവ് പ്രമീള ദേവി, സായിഗ്രാം ട്രസ്റ്റിലെ ആനന്ദ് കുമാർ, ജഡ്ജി CN രാമചന്ദ്രൻ നായർ ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഈ തട്ടിപ്പ് കേസിലേക്ക് ഇനി ആരൊക്കെ വരും എന്ന് അറിയണമെങ്കിൽ പോലീസ് ഇപ്പോൾ അനന്തു കൃഷ്ണൻ പണം ഇടപാട് നടത്തിയിട്ടുള്ള പ്രമുഖരുടെ പേര് വിവരങ്ങൾ, അവരുടെ പണം ചോദിച്ചുകൊണ്ടുള്ള വാട്സാപ്പ് സന്ദേശങ്ങൾ, പണമിടപാടിൻ്റെ രേഖകൾ
ഇതെല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഐക്ലൗഡിലെ വിവരങ്ങൾ പുറത്തു വിടണം. അനന്തകൃഷ്ണൻ ആ ഐക്ലൗഡിൻ്റെ പാസ്വേഡ് പോലീസിന് കൈമാറിയിട്ടുണ്ട്. നിഷ്കളങ്കരായ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ആ വിവരങ്ങൾ പുറത്തു വരും എന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? എനിക്കെന്തായാലും അങ്ങനെ ഒരു കരുതലുമില്ല. ഇനി പുറത്തു വന്നാൽ തന്നെയും അവർക്കെതിരെ അന്വേഷണം ഇല്ലാത്തതുകൊണ്ട് അവരെല്ലാം രക്ഷപ്പെടും. ഇങ്ങനെ പണം പാർട്ടികൾക്കും പാർട്ടികളുടെ നേതാക്കന്മാർക്കും ഒരാൾ കൈ അയച്ച് സംഭാവന ചെയ്യുമ്പോൾ അതിലെന്തോ കുഴപ്പമുണ്ട് എന്ന് മനസ്സിലാകാത്തവർ ആയിരിക്കില്ലല്ലോ നമ്മുടെ ഈ രാഷ്ട്രീയ നേതാക്കന്മാർ. ഇത് കൈക്കൂലിയല്ലേ? അനധികൃതമായ ഒരു കാര്യം നടത്തിയെടുക്കുവാൻ ഒരാൾ മറ്റൊരാൾക്ക് കൊടുക്കുന്ന പണമാണ് കൈക്കൂലി എന്ന് നാം എളുപ്പത്തിൽ പറയുന്നത്. അപ്പോൾ ഈ പണം പറ്റിയവർ എല്ലാം കൈക്കൂലി അല്ലേ വാങ്ങിച്ചിട്ടുള്ളത്? അത് അന്വേഷിക്കില്ല എന്ന് പറയുന്നത് തന്നെ പൊതുജനത്തോടുള്ള വെല്ലുവിളിയല്ലേ? ഈ പണം എവിടെ നിന്നാണ് അനന്തു ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വിളമ്പിയത്? പാവപ്പെട്ട പൊതുജനത്തെ പറ്റിച്ച് കൈക്കലാക്കിയതിൻ്റെ ഒരു ഓഹരിയല്ലേ അത്? നാളെ തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ നേതാക്കന്മാർ കൂടി ഇതിൽ ഉൾപ്പെട്ടാൽ തൻ്റെ കാര്യം അവർ നോക്കിക്കൊള്ളും എന്ന ഒരു ഉറപ്പിന് വേണ്ടിയല്ലേ അനന്തു ഇങ്ങനെ സമീപകാലത്ത് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ഫണ്ടറായി മാറിയത്? സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും ഒക്കെ ഫണ്ട് സ്വീകരിക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരും അവർ ആരാണ്, എന്താണ് അവരുടെ ജോലി, എന്താണ് പരിപാടി, എന്താണ്, ഇതൊക്കെ അന്വേഷിക്കാറില്ലേ? ഇവിടെ ഈ കേസിൽ ഇവരാരും ഇതൊന്നും അന്വേഷിച്ചില്ല എന്നാണോ? അല്ലല്ലോ. പണം വാരിക്കോരി കൊടുക്കുമ്പോൾ തന്നെ ആർക്കും മനസ്സിലാകും ഇതൊരു തട്ടിപ്പാണ് എന്ന്. എന്നാൽ ഉളുപ്പില്ലാത്ത കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർ അത് യാതൊരു തത്വദീക്ഷയുമില്ലാതെ അത് കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയാൽ അവരെ കൂടി ഈ കേസിൽ ഉൾപ്പെടുത്തണം. ഇടുക്കി ജില്ലയിലെ CPM സമുന്നത നേതാവും കോൺഗ്രസിൻ്റെ ജനപ്രതിനിധിയും അവരുടെ അടുത്ത കക്ഷികളുടെ അക്കൗണ്ടുകൾ വഴി 2 കോടി രൂപ വാങ്ങിയിട്ടുണ്ട് എന്നാണ് അനന്തകൃഷ്ണൻ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഭാവിയിൽ ഇവരെ കൊണ്ട് തനിക്ക് ഉപകാരപ്പെടും എന്ന് തോന്നിയ എല്ലാവർക്കും അനന്തു വാരിക്കോരി കൊടുത്തിട്ടുണ്ട്. ഇടുക്കി ജില്ലയിൽ സീഡ് പ്രൊമോട്ടർമാരായി ജോലി ചെയ്തവർ പലരും തന്നെ CPM പ്രാദേശിക നേതാക്കന്മാരാണെന്ന വിവരവും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. രസകരം എന്താണ് എന്ന് വെച്ചാൽ ഇവരിൽ ചിലർ ഇങ്ങനെ കിട്ടിയ പണം സ്വന്തം അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചിട്ടുണ്ട് എന്നും ആരോപണങ്ങൾ ഉണ്ട്. കിഫ്ബിയുടെ CEO ആയ ശ്രീ KM എബ്രഹാമിൻ്റെ ഒരു ബന്ധു, ബേബി എന്നാണ് അയാളുടെ പേര്, അയാളും ഈ പാതി വില തട്ടിപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഈ കേസ് എങ്ങും എത്തില്ല എന്നുമാണ് ഇന്നലെ ശ്രീമതി ലാലി വിൻസെന്റ് എന്ന കോൺഗ്രസ്സുകാരി ഒരു ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞത്. തിരുവനന്തപുരത്തെ പ്രസ് ക്ലബ്ബുകാരും ഇങ്ങനെ പാതി വില തട്ടിപ്പിൽ വീണുപോയിട്ടുണ്ട്. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ നിന്നാണ് ഇത് ആരംഭിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. കേരളത്തിലെ മാപ്രകളുടെ ബുദ്ധിയും വിവരവും എത്രമാത്രം ഉണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തിരുവനന്തപുരത്തെ പ്രസ് ക്ലബ്ബിന് പറ്റിയ അബദ്ധം. പ്രസ് ക്ലബ്ബിലെ ഒരു അംഗത്തിൻ്റെ ആർക്കോ പാതി വിലയ്ക്ക് ഒരു ലാപ്ടോപ്പ് കൊടുത്തുകൊണ്ടാണ് ആദ്യം ഇവരെ മൊത്തത്തിൽ അനന്തവും ആനന്ദ്കുമാറും ചേർന്ന് പറ്റിച്ചത്. ചാക്കിൽ പണം കെട്ടി സൂക്ഷിക്കുന്നു, ആഡംബര ജീവിതം നയിക്കുന്നു, ഇതൊക്കെയായിരുന്നു അനന്തു. എന്നാൽ ഇതിനും അപ്പുറം എന്തൊക്കെയാണ് എന്ന് നമ്മൾ അറിയുവാൻ ഇരിക്കുന്നതേയുള്ളൂ. എന്നാൽ ഞാൻ അനന്തുവിനെ കാണുന്നത് മറ്റൊരു ആംഗിളിലാണ്. അനന്തുവിൻ്റേത് ഒരു കോംപ്ലക്സ് സ്കിൽ സെറ്റാണ്. നേരായ വഴിയിൽ സഞ്ചരിച്ചിരുന്നു എങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി ആകുവാൻ പറ്റിയ സ്കിൽ സെറ്റ്. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ, നമ്മളിൽ എത്ര പേർക്ക് കഴിയും ഇങ്ങനെ ആൾക്കാരെ കൂട്ടി സൊസൈറ്റികൾ രൂപീകരിച്ച് രാഷ്ട്രീയ നേതാക്കന്മാരെയും മന്ത്രിമാരെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്രയും ബൃഹത്തായ ഒരു തട്ടിപ്പ് നടത്തുവാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു കോംപ്ലക്സ് സ്കിൽ സെറ്റ് ആണ് എന്ന്. ഫൈനാൻഷ്യൽ മാനിപ്പുലേഷൻ എന്നൊന്നുണ്ട്. പക്ഷെ അത് ഇത്രയും ഭംഗിയായി നടത്തണമെങ്കിൽ ഫൈനാൻഷ്യൽ മാനൂവറിംഗ് സ്കിൽസ് സ്വായത്തമാക്കിയിരിക്കണം. ഫണ്ട്സിൻ്റെ ഫ്ലോയെ ഒബ്സ്ക്യൂർ ആക്കി വെച്ചുകൊണ്ട് എങ്ങനെ ട്രാൻസാക്ഷൻസ് സ്ട്രക്ചർ ചെയ്യാമെന്നും അതെങ്ങനെ മണി ലോണ്ടറിങ്ങിന് ഉപയോഗിക്കാമെന്നും നന്നായി വശമാക്കി വെച്ചിട്ടുണ്ട് അനന്തു. ഇതിന് നമ്മുടെ ഫൈനാൻഷ്യൽ സിസ്റ്റത്തെക്കുറിച്ചും അക്കൗണ്ടിങ് പ്രാക്ടീസിനെ കുറിച്ചും അതിൽ തന്നെയുള്ള നിയമവഴിയിലെ ലൂപ്പ് ഹോൾസും നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അതെല്ലാം നന്നായി പഠിച്ച ആളാണ് ഈ അനന്തു. നാട്ടിലൊരു ചെക്ക് കേസിൽ പ്രതിയായപ്പോൾ കടം കൊടുത്തവർ അനന്തുവിൻ്റെ വീട് വളഞ്ഞു. പിന്നീട് അവരുടെ കടം തീർത്തിട്ടേ താടിയും മുടിയും വെട്ടു എന്ന ഉഗ്ര ശപഥം എടുത്തു അനന്തു. മുഴുവൻ തുകയും തിരികെ കൊടുത്തതിന് ശേഷമാണ് അനന്തു താടിയും മുടിയും വെട്ടിയത്. അനന്തുവിൻ്റെ മറ്റൊരു സ്കിൽ സെറ്റാണ് നെറ്റ്വർക്കിംഗ് ആൻഡ് പെർസുവേഷൻ. ഹൈ പ്രൊഫൈലായിട്ടുള്ള വ്യക്തികളെ, രാഷ്ട്രീയ നേതാക്കന്മാരെയൊക്കെ ഈ ഒരു പരിപാടിയുടെ ഭാഗമാക്കുക എന്നത് തന്നെ അയാളുടെ നെറ്റ്വർക്കുകളിൽ അല്ലെങ്കിൽ അയാൾക്കുടെ നെറ്റ്വർക്ക് സ്കിൽസാണ്. അയാൾക്ക് നെറ്റ്വർക്ക് ഉണ്ടാക്കുവാനുള്ള കഴിവുണ്ട്, റിലേഷൻഷിപ്പുകൾ വളർത്തുന്നതിനുള്ള കഴിവുണ്ട്, അതിലേക്ക് ആൾക്കാരെ പെർസ്വേഡ് ചെയ്തു കൊണ്ടുവരുവാനുള്ള കഴിവുണ്ട്. ഇതൊക്കെ തെളിയിക്കുന്നതാണ് ഇതെല്ലാം. ഇതൊരു ചെറിയ കഴിവ് ഒന്നുമല്ല. നമ്മളിൽ എത്ര പേർക്ക് സാധിക്കും ഇത്? അന്യാദൃശമായ സോഷ്യൽ സ്കിൽസും പൊളിറ്റിക്കൽ പവർ ഡൈനമിക്സും എങ്ങനെ ഉപയോഗിക്കണം എന്ന അറിവും
അനന്തുവിനെ മറ്റേതൊരു ചെറുപ്പക്കാരിൽ നിന്നും വേറിട്ട് നിർത്തുന്നു. അനന്തു ബിസിനസ് മാനേജ്മെന്റ് പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ നല്ല ഒരു ഓൺട്രപ്രണർ ആണ് ഇയാൾ. സോഷ്യൽ ബി വെഞ്ചേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, അത് നടത്തിക്കൊണ്ടുപോവുക, സ്റ്റാഫിനെ ഹയർ ചെയ്യുക, മാനേജ് ചെയ്യുക, എല്ലാം അയാളിലെ സംരംഭകത്വ സ്കിൽസാണ് വെളിവാക്കുന്നത്. ഈ ഒരു സ്കാമിൻ്റെ കോർ അത് ഡിസെപ്ഷൻ അഥവാ വഞ്ചന നടത്തി എങ്ങനെ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും വൃത്തിയായി പറ്റിക്കാം എന്നതാണ്. ഇതിന് അത്യാവശ്യം ഹ്യൂമൻ സൈക്കോളജി അറിഞ്ഞിരിക്കണം. അതിലൂടെ വ്യക്തികളുടെ ദൗർബല്യങ്ങളെ സാമ്പത്തിക പ്രയോജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നു. ഇനി ഇയാളുടെ കഴിവുകൾ നല്ല വഴിക്ക് തിരിച്ചുവിടുവാനായിരുന്നു എങ്കിൽ അയാളുടെ ഫൈനാൻഷ്യൽ എക്സ്പെർട്ടീസ്, അയാളുടെ നെറ്റ്വർക്കിംഗ് സ്കിൽസ്, അയാളുടെ മാനേജ്മെൻറ്റ് സ്കിൽസ് എല്ലാം സമൂഹത്തിന് എത്രമാത്രം ഉപയോഗപ്പെടുത്താമായിരുന്നു എന്നത് ഒരു വലിയ കാര്യമാണ്. അത് സിഗ്നിഫിക്കൻ്റ് ആയ പോസിറ്റീവ് ഇമ്പാക്റ്റ് സമൂഹത്തിൽ ഉണ്ടാക്കുമായിരുന്നു. പക്ഷേ ആർക്ക് സാധിക്കുമായിരുന്നു ഇയാളെ നേർവഴിക്ക് നയിക്കുവാൻ? അയാളുടെ കുടുംബത്തിന് സാധിക്കുമായിരുന്നു, അയാളുടെ കൂടെ ഉള്ളവർക്ക് സാധിക്കുമായിരുന്നു. പക്ഷെ ആരും അത് ചെയ്തില്ല. ഒരു കാര്യം കൂടി പറഞ്ഞ് നിർത്താം. ഇത്രയും പണം രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കൊടുത്തിട്ടുണ്ട് എങ്കിൽ അതിലൊരു അപകടം മണത്തു. അവർ തന്നെ ഈ വിവരം അധികൃതരെ അറിയിച്ചിരുന്നു എങ്കിൽ കൂടുതൽ ആൾക്കാർ പറ്റിക്കപ്പെടുമായിരുന്നില്ല. പക്ഷെ അതിന് തക്ക ആർജവവും സത്യസന്ധതയുമുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ ഇന്ന് ഇന്ത്യയിൽ ആരുമില്ല എന്ന ഒരു സത്യം നമ്മളെ തുറിച്ചു നോക്കുന്നുണ്ട്. നമ്മുടെ രാഷ്ട്രീയ സാംസ്കാരിക ലോകം എത്രമാത്രം കറപ്റ്റാണ് എന്ന മറ്റൊരു സത്യം കൂടി നമ്മൾ ഇതിൽ നിന്നും തിരിച്ചറിയുന്നുണ്ട്. ഇവരൊക്കെയാണ് നമ്മളെ ഭരിച്ച് നമുക്ക് നല്ലത് വരുത്തുവാൻ വേണ്ടി രാപ്പകൽ കഷ്ടപ്പെടുന്നത്. അത് ഓർക്കുമ്പോഴാണ് ആകെയുള്ള ഒരു സന്തോഷം. നമ്മളൊന്നും പഠിക്കുന്നില്ല. 2 മാസം കഴിയുമ്പോൾ ഇതിലും വലിയ ഒരു തട്ടിപ്പ് കഥ നമുക്ക് കേൾക്കാൻ പറ്റും. അന്നും പത്രങ്ങൾ അച്ചുനിരത്തും, മാധ്യമങ്ങൾ അന്തിച്ചർച്ച നടത്തും, ഞാൻ ഇതുപോലെ വീഡിയോയും ചെയ്യും. അല്ലാതെ ഈ നാട്ടിൽ ഒന്നും സംഭവിക്കില്ല. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.